നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നിരിക്കുന്നു. പ്ലസ് വൺകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് നടത്താൻ പോകുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഒഫീഷ്യലി ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പം ഈ എക്സാം അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ടോട്ടൽ പോർഷൻസിൽ ഒരു 75% ഓഫ് ദ പോർഷനും ഈ ക്രിസ്മസ് എക്സാമിന് എഴുതും. പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തൊന്ന് പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പഠിക്കാനിരിക്കുമ്പം ഏത് സബ്ജക്റ്റ് പഠിക്കണം അല്ലെങ്കിൽ എവിടുന്ന് പഠിച്ച് തുടങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, പലരെയും സംബന്ധിച്ചിടത്തോളം പല സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്നത്, പല സബ്ജക്റ്റുകളാണ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാലോ, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സും അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ചാപ്റ്ററിന് വീഡിയോ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം തുടങ്ങുന്നത് 15ാം തീയതിയാണ്. 15ാം തീയതിയും 16ാം തീയതിയും നിങ്ങൾക്കറിയാവുന്ന പോലെ ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ്. 15ാം തീയതി സെക്കൻഡ് ലാംഗ്വേജും 16ാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷുമാണ് എക്സാം വരുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ലാംഗ്വേജ് സബ്ജക്ട്സ് പഠിക്കാൻ നമുക്കൊരു 12ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളുണ്ട്. ആ ഒരു 12, 13, 14 ദിവസങ്ങൾ നിങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കോർ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ വാങ്ങാം. അപ്പം അതിന് മുമ്പുള്ള ഒരു ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ നവംബർ 25-ന് ശേഷം മുതൽ അതുവരെയുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 15 to 17 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെ എങ്ങനെയൊക്കെ അതാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ മെയിൻ സബ്ജക്ട്സ് കൊമേഴ്സിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസി എക്കണോമിക്സ് ഈ 3 എക്സാംസും അടുത്തടുത്ത ദിവസങ്ങളാണ് വരുന്നത്. 17ാം തീയതി ബിസിനസ് സ്റ്റഡീസും 18ാം തീയതി അക്കൗണ്ടൻസിയും 19ാം തീയതി എക്കണോമിക്സും വരുന്നുണ്ട്. അപ്പം ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് നേരത്തെ പഠിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം നിങ്ങൾക്കൊരു 6-7 ചാപ്റ്റേഴ്സ് വെച്ച് എല്ലാ സബ്ജക്റ്റിനും പഠിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 ദിവസം നിങ്ങൾ അക്കൗണ്ടൻസിക്ക് വേണ്ടി മാറ്റി വെക്കുക, 5 ദിവസം ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി മാറ്റി വെക്കുക, 5 ദിവസം നിങ്ങൾ എക്കണോമിക്സിന് വേണ്ടി മാറ്റി വെക്കുക. അപ്പം 5 ദിവസം വെച്ച് മാറ്റി വെക്കുമ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളുമുണ്ട്, നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യം പഠിച്ച് തീർക്കേണ്ടത് അങ്ങനത്തെ ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പം ഇനി സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് സമയം കുറവാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണം എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന സാറ്റർഡേ സൺഡേ പോലുള്ള ദിവസങ്ങളുണ്ട്, അതായത് കംപ്ലീറ്റ്ലി ഒരു ഡേ കിട്ടണം. ആ ദിവസങ്ങളിൽ ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. അപ്പം ആദ്യത്തെ ഒരു 5 ദിവസം നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ തന്നെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യമേ തരുമ്പോൾ നമ്മൾ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് എ കമ്പനി ആയിക്കോട്ടെ, അപ്പം ആ ബിസിനസ് സർവീസ് ആയിക്കോട്ടെ, ഈ ചാപ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരും. അപ്പം കൂടുതൽ ദിവസങ്ങൾ സമയം കിട്ടുന്ന ദിവസങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒരു 5 ദിവസത്തിനുള്ളിൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് തീർക്കുക. പിന്നെ അക്കൗണ്ടൻസി പഠിക്കുക, അതിന് നിങ്ങൾക്ക് അക്കൗണ്ടൻസി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു 6 ദിവസം 7 ദിവസം എടുക്കാം. പിന്നെ എക്കണോമിക്സിന് നിങ്ങൾ 5 ദിവസം മാറ്റി വെക്കുക. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 11ാം തീയതി 12ാം തീയതി ആകുമ്പോഴത്തേനും മെയിൻ സബ്ജക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ലാംഗ്വേജ് സബ്ജക്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. ഇതിൽ മാത്സ് ഓപ്ഷണലായി എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 20ാം തീയതി മാത്തമാറ്റിക്സിന് എക്സാം വരുന്നുണ്ട്, അവിടെയും നമുക്ക് സമയം കുറവാണ്. അപ്പം മാത്തമാറ്റിക്സ് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് എടുത്ത കുട്ടികൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും കുറച്ച് സമയം വെച്ച് എന്ത് ചെയ്യുക, മാത്തമാറ്റിക്സ് പഠിക്കുക. അതായത് നമ്മൾ ഈ മെയിൻ സബ്ജക്ട്സ് പഠിക്കുന്ന ദിവസങ്ങളിൽ അത് നമുക്ക് ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോർ അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു സമയത്തേക്ക് മാത്തമാറ്റിക്സ് എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു സമയം എല്ലാ ദിവസവും കുറച്ച് പോർഷൻസ് ആയിട്ട് പഠിച്ചു തീർക്കുക. അങ്ങനെയെങ്കിൽ മാത്സ് നമുക്ക് സുഖമായിട്ട് തീർക്കാൻ പറ്റും. ഇനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ ആണ് നിങ്ങൾ എടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 23ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഒരു 19ാം തീയതി എക്കണോമിക്സിന് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു സമയം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം അവിടെ യൂസ് ചെയ്യുന്നത് മതി. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജനുവരി 6ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ക്രിസ്മസ് അവധിക്ക് ശേഷമാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ആ ഒരു സമയത്തേക്ക് നിങ്ങൾ പഠിച്ചാൽ മതിയാകും. അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ബാക്കി സബ്ജക്ട്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാം നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മെയിൻ സബ്ജക്ട്സ് പഠിക്കേണ്ട സമയം, ലാംഗ്വേജ് സബ്ജക്ട്സ് പഠിക്കേണ്ട സമയം ഒക്കെ ഉണ്ട്. അപ്പം ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ, അങ്ങനെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒരു കമ്പൈൻ സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുക, ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ സൈലം
എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.